ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് HP LaserJet M1005. ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലൈസിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ വാമപ്പ് നടന്നുകൊണ്ടിരിക്കും. ഇനീഷ്യലൈസിംഗ് എന്നുള്ള മോഡിൽ വന്നിട്ട് ഇതാണ് കംപ്ലൈൻറ്റ്. നമുക്ക് തുറന്ന് നോക്കാം. കസ്റ്റമർ കുറേ കാലമായിട്ട് സർവീസ് ചെയ്യാതെ വെറും അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന സാധനമാണെന്നാണ് തോന്നുന്നത്. കാരണം മൊത്തം പൊടിയും കാര്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു ക്വാർട്ടർലി സർവീസ് എങ്കിലും നമ്മൾ കൊടുക്കണം. വർഷത്തിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു സർവീസ് ചെയ്യുന്നത് എപ്പോഴും പ്രിന്ററിന്റെ ലൈഫ് കൂടുതൽ കിട്ടും. നമ്മൾ ഈ സർവീസ് ചെയ്യാതെ വെച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ട് ഇത് കുറച്ച് പഴക്കമുള്ള പ്രിന്ററാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ പെട്ടെന്ന് തൊടുമ്പോൾ തന്നെ സാധനം പൊട്ടി കയ്യിലിങ് വരും. ഇതിന്റെ കേസിൽ വന്നിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും അത് ശ്രദ്ധിക്കേണ്ട കേസാണ്. പൊതുവെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് എപ്പോഴും ഈ പറയുന്ന സമയത്ത് തന്നെ സർവീസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് പൊടിയും ഇതൊക്കെയാണ് ഇതിലുള്ളത്. മുഴുവൻ പൊടിയാണ്. ഇതിന്റെ സെൻസറിന്റെ ഉള്ളിലൊക്കെ പൊടി കയറിയിട്ടുണ്ട്. അപ്പം മൊത്തം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിന്റെ കറക്റ്റ് കംപ്ലൈന്റ് എന്നുള്ളത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന പൊടിയുടെ പ്രശ്നം കൊണ്ടും ഇത് വരാം. ജസ്റ്റ് കംപ്ലൈന്റ് കണ്ടുപിടിക്കാനാണ് എങ്കിൽ നമുക്ക് ഏത് പാർട്ടിനാണോ ഒന്ന് വൃത്തിയാക്കേണ്ടത്, അതായത് ബോർഡ് അതുമാതിരി സെൻസേഴ്സ് അതൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് ചെയ്യാം. അതിനുശേഷം കംപ്ലീറ്റ് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് അഴിച്ച് വൃത്തിയാക്കിയിട്ട്, കസ്റ്റമർക്ക് എന്തായാലും ഇത് ക്ലിയർ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പ്രിന്റർ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെ പ്രിന്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇത് കസ്റ്റമർ കംപ്ലീറ്റ് സർവീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫുള്ള് പൊടിയൊക്കെ കയറി മൊത്തം അതിൻ്റെ സെൻസറിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ ആയിരുന്നു. അതൊക്കെ ക്ലിയർ ആക്കി ഇപ്പം പ്രിന്റ് ഔട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് എടുത്ത് കാണിച്ചു തരാം. കംപ്ലീറ്റ് പ്രിന്റർ
റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു പ്രിന്റ് കൊടുത്തു നോക്കാം.